ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 ഗ്ലാസ് അളവിൽ കുത്തരി കുതിർത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 മണിക്കൂറോളം കുതിർത്തിട്ടുള്ള കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് പേസ്റ്റ് രൂപത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്കിത് അരഞ്ഞ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പിയും സോഫ്റ്റും ഒക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, 3 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു പിഞ്ചളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഒരുപാടൊന്നും ആവശ്യമില്ല, ഒരു പിഞ്ചളവിൽ മതിയാകും. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഉപ്പും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി ഈ ഒരു ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമുക്ക് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരത്തെ വേവലിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് സമയം മാത്രം മതിയാകും ഇതൊന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട്. മാത്രവുമല്ല ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കുകയില്ല. ഒരു സൈഡൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഭംഗിയിലുള്ള ഷേപ്പിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ വീട്ടിൽ അരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. പഞ്ഞി പോലെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കിത് വളരെയധികം ഇഷ്ടപ്പെടുകയും വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് ഒരു തവണ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. Thank you for watching.